മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. ഒരു വൃക്ഷം ഇങ്ങനെ പൂത്ത് പന്തലിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഇലകൾ കൊണ്ട്, അതിൻ്റെ വലിപ്പം കൊണ്ട്, അതിൻ്റെ തടിയുടെ ഭീകരത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ വൃക്ഷം എന്താണെന്ന്. എന്നാൽ വചനം പറയുകയാണ്, അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയാം. ഒരു ഭീമാകാരമായ സ്ട്രക്ചർ കണ്ടിട്ട് ഇത് കൊള്ളാമെന്ന് പറയാൻ വരട്ടെ, അതിൻ്റെ ഫലങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല ഫലം നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് വചനം പറയുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ സ്വർഗം കാണുകയാണ്. ആ ഫലങ്ങൾ കണ്ട് തിരിച്ചറിയാം. നീ നന്മ പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണോ? നീ നന്മ ചിന്തിക്കുന്ന വ്യക്തിയാണോ? നീ നന്മ കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയാണോ? നീ നന്മ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണോ? നന്മയിലൂടെ നടക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ നീ നന്മയുടെ വൃക്ഷമാണ്. നിന്നിൽ നിന്നും തിന്മയുടെ സംസാരമാണോ നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്? ഓർക്കണം, നീ തിന്മയുടെ വൃക്ഷമായി മാറുകയാണ്. ഒരു ഭവനം എങ്ങനെയാണ് തിന്മയുടെ വൃക്ഷമാണോ നന്മയുടെ വൃക്ഷമാണോ എന്ന് തിരിച്ചറിയാൻ ആ കുടുംബാംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ കണ്ടാണ്. ഒരു ഇടവക നല്ലതാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആ ഇടവക മക്കൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ്. ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ, ഒരു ഓഫീസ് നന്മയാണോ പുറപ്പെടുവിക്കുന്നതെന്ന് കണ്ടാണ് അത് നന്മയുള്ള വൃക്ഷമാണോ എന്ന് തിരിച്ചറിയുക. ഓരോ ജീവിതവും ഇങ്ങനെയാണ്. നന്മ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ പേര് നന്മ വൃക്ഷം എന്നായിരിക്കും. ആമേൻ.